തിരുവനന്തപുരം ജ്യോതിദേവ് ഡയബറ്റിസ് സെന്ററിലെ ഡോക്ടർ ജ്യോതിദേവാണ്. ഡോക്ടർ, മറ്റൊരു പ്രധാന കാരണം ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, ഉറക്കത്തിൽ മരിച്ചു അല്ലെങ്കിൽ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ. ഡോക്ടറെ, പ്രമേഹ രോഗികളിൽ സൈലന്റ് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുതലാണ് എന്നും കേൾക്കാറുണ്ട്. ഡോക്ടർ, എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമലായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അതിൻ്റെതായ സ്പെസിഫിക് ആയ ലക്ഷണങ്ങൾ ആളുകൾക്ക് പൊതുവെ എല്ലാവർക്കും അറിയാം, തിരിച്ചറിയാം. പക്ഷേ സൈലന്റ് ഹാർട്ട് അറ്റാക്കിനും എന്തെങ്കിലുമൊക്കെ നോൺ സ്പെസിഫിക് ആയ ലക്ഷണങ്ങൾ കാണില്ലേ? നമ്മൾ ആ അർത്ഥത്തിൽ ഗൗരവമായി കണക്കാക്കാതെ വിട്ടുപോയ ചില ലക്ഷണങ്ങൾ ഉണ്ടാവില്ലേ? അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ? വളരെ പ്രസക്തമായ ചോദ്യമാണ് മഞ്ജു ഇവിടെ ചോദിച്ചത്. അതായത് ഉറക്കത്തിൽ മരണമടയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളും ഈ ഇടയ്ക്ക് അതുപോലെ മരണമടഞ്ഞു. അപ്പൊ ഇത് രണ്ട് തരത്തിൽ സംഭവിക്കും. ഒന്ന്, പ്രമേഹം ഉണ്ട് എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് സമൂഹത്തിൽ ഒരുപാട് പേരുള്ളതായിട്ടാണ് പറയുന്നത്. കാരണം 77 ദശലക്ഷം പ്രമേഹ രോഗികളാണ് ഭാരതത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത്. അതുകൊണ്ടാണ് കോവിഡ് ജാഗ്രത ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നൊരു സംസ്ഥാനമായിട്ടും കേരളം മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉറക്കത്തിൽ നമുക്ക് നെഞ്ചുവേദന ഒന്നും അനുഭവപ്പെടാതെ തന്നെ സൈലന്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ഉറക്കത്തിൽ മാത്രമല്ല, നമ്മൾ ഈ നടക്കുന്ന വേളയിലെല്ലാം സാധാരണഗതിയിൽ ഡയബറ്റീസ് ഇല്ല എങ്കിൽ, ന്യൂറോപ്പതി ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ആ വേദന നമുക്ക് അനുഭവപ്പെടും, അതിൽ ശ്വാസം കൂടെ അനുഭവപ്പെടും. അപ്പൊ പ്രമേഹം ഒരുപാട് കാലം, അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് പ്രമേഹം വർഷങ്ങളോളം നന്നായിട്ട് ചികിത്സിക്കാത്ത ആൾക്കാർക്കാണ് ഇത് വരുന്നത്. അപ്പൊ അവരൊക്കെ നമ്മൾ കാണുമ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ചികിത്സിക്കാത്തതെന്ന് പറയുമ്പോൾ അവർ പറയും, അത് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെ കാണുന്ന ആൾക്കാരെല്ലാം ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാനത് എനിക്കിപ്പോ HbA1c 8, 9 ഒക്കെ ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ സ്വയം വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മളിപ്പോ 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ഇപ്പൊ കോവിഡ് ഒരുപാട് കൂടുതലാണ് നമ്മുടെ നാട്ടില്. ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ വൃക്കരോഗികൾ വന്ന് ഡയാലിസിസ് ചെയ്യുന്ന കേരളത്തിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ കേരളത്തിലാണ്. അപ്പൊ ഈ വിദ്യാഭ്യാസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ അറിവ് വർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ വിവേകം വർദ്ധിക്കുന്നില്ല, വിവേകം കുറയുന്നു, തിരിച്ചറിവ്. ഡോക്ടർ, ഞാൻ ഒന്നിടപെടുകയാണ്, നമ്മളെ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ, നമുക്ക് അവർക്ക് തിരിച്ചറിയാവുന്ന ലക്ഷണങ്ങൾ ഒന്ന് സൂചിപ്പിക്കാമോ? നമുക്ക് തിരിച്ചറിയാവുന്ന ലക്ഷണം എന്ന് പറയുന്നത്, ഉറക്കത്തിൽ മരിച്ചു പോവുക എന്ന് പറയുന്നത് നമുക്ക് അത് തിരിച്ചറിയാവുന്ന പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. ഡോക്ടർ, നേരത്തെ തന്നെ എന്തെങ്കിലും ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത്ര ഗൗരവം. അത് BP ഉണ്ട്, BP നന്നായി ട്രീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഹോം ഗ്ലൂക്കോസ് മോണിറ്ററിങ്, ഹോം ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് നോക്കണം. അതുപോലെ ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ നടക്കാൻ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ക്ഷീണം വന്നു, ഒരു കിതപ്പ് വന്നു, ഇരുന്നപ്പോഴത്തേക്ക് അത് പോയി. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെ ഒരു ഹിസ്റ്ററി കാണും. അതായത് എന്തോ ഒരു, ഞാൻ മറ്റുള്ളവരായിട്ട് നടന്നു പോയപ്പോഴത്തേക്ക് എനിക്ക് മാത്രം ഒരു കിതപ്പ് വന്നിരുന്നു, ബാക്കിയുള്ളവരൊക്കെ നടന്നുപോയി. പെട്ടെന്നൊരു വിയർപ്പ് അനുഭവപ്പെട്ടു, നടന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ശരീരം മുഴുവൻ വിയർത്ത് ക്ഷീണിച്ചു. അപ്പൊ ഇങ്ങനെ കുറെ സൂചനകൾ കിട്ടും. പക്ഷെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കൊളസ്ട്രോൾ നോക്കുക, ഗ്ലൂക്കോസ് നോക്കുക, വീട്ടിൽ കൂടെ സ്വന്തമായിട്ട് ബ്ലഡ് പ്രഷർ നോക്കുക. ഏതിനെയൊക്കെ കൂടുതലാണ് എങ്കിൽ നമ്മൾ ഇത് ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും ചികിത്സിക്കാമെന്ന് മാത്രം നമ്മൾ ആശ്വസിച്ചിരിക്കാതെ, അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നത് ഉടനെ ഞാൻ ECG ഒക്കെ എടുത്ത് കാർഡിയോളജിസ്റ്റിനെയും അതുപോലെ തന്നെ ഫിസിഷ്യനെയൊക്കെ കണ്ട് അപ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുക. കാരണം എക്സിക്യൂട്ടീവ് ചെക്കപ്പാണ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഒരുപാട് മരുന്നുകൾ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാകും, പക്ഷെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാകുമെങ്കിലും ഈ നമ്മുടെ മാർഗരേഖകൾ അനുസൃതമായിട്ട് ഇതൊന്നും നോർമൽ ആയിരിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉറങ്ങുന്നതിന് മുൻപ് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഭാര്യയുടെ, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോടൊക്കെ പറയുക. അല്ലാതെ ആ അസ്വസ്ഥതയുമായിട്ട് നമ്മൾ ഉറങ്ങാൻ പോകരുത്. അതായിരിക്കണം ടേക്ക് ഹോം മെസ്സേജ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.